ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ആർക്കാനെക്സ്. അപ്പോൾ നമ്മൾ ഏവരും കാത്തിരുന്ന നമ്മുടെ SSLC റിസൾട്ട് നാളെ മെയ് 15 വൈകുന്നേരം 3 മണിക്ക് റിലീസ് ചെയ്യാൻ പോവാണ് അല്ലേ. അപ്പോൾ ഒരു 4 മണി ആകുമ്പോഴേക്കും നമുക്കൊക്കെ ഈ റിസൾട്ടുകൾ അവൈലബിൾ ആയി തുടങ്ങും. 4 മണി ആകുമ്പോഴാണ് നിങ്ങളുടെ വെബ്സൈറ്റിലൊക്കെ അവൈലബിൾ ആയി തുടങ്ങുക. സോ അതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോടും നിങ്ങളുടെ പാരൻസിനോടും നിങ്ങളുടെ നാട്ടുകാരോടും വീട്ടുകാരോടും ഒക്കെ പറയാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ പാരൻസിനെയും കൂടെ ഇരുത്തിയിട്ടാണ് ഈ വീഡിയോ കാണേണ്ടത്. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഈ വർഷത്തെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഒരു പിള്ളേരാണ്. സോ ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നു. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പുതിയ ടെക്സ്റ്റ് ബുക്ക് അല്ല എല്ലാ വർഷവും കിട്ടുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും പുതിയ ബുക്സാണ് കിട്ടാറ്. പക്ഷെ പഠിപ്പിക്കുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു. അപ്പൊ അതിലുള്ള റിസർച്ചസും കാര്യങ്ങളൊക്കെ നടത്തി ടീച്ചേഴ്സ് കൃത്യമായിട്ട് കുട്ടികളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വരുമ്പോഴേക്കാണ് ഒരു ഓണം എക്സാമിന്റെ ഒക്കെ സമയമായപ്പോഴേക്കും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറുന്നു, എൻറ്റയർലി ചേഞ്ച് വന്നു. എന്താ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചേഞ്ച് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷവും ഈ വർഷവുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, എൻ്റെ മക്കളെ മാത്തമാറ്റിക്സ് എൻ്റെ സബ്ജക്റ്റിലേക്ക് ഞാൻ വരികയാണെങ്കിൽ 110 മാർക്കിൽ 70 മാർക്ക് വാങ്ങിയാൽ മതിയായിരുന്നു ഒരു കുട്ടിക്ക് A+ കിട്ടാൻ. കാരണം 110 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും 70 മാർക്ക് എഴുതി കിട്ടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം A+ ആണ്. അപ്പം അവിടെ കുട്ടിക്ക് ഏകദേശം 40ഓളം മാർക്ക് കുട്ടി പഠിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ കൂടി മാത്തമാറ്റിക്സിൽ എന്ത് കിട്ടിയേനെ? A+ കിട്ടിയേനെ. ഇതിപ്പോ ഒരു 40 മാർക്കിന്റെ വിഷയത്തിലേക്ക് വരുന്ന സമയത്ത് 20 മാർക്കോളം എന്തുണ്ടായിരുന്നു? റിലാക്സേഷൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്ക്, 2025 വരെ എക്സാം എഴുതിയ കുട്ടികൾക്ക്. എന്നാൽ ഈ വർഷത്തെ കുട്ടികളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് 80 മാർക്കിന്റെ പരീക്ഷയാണ് എഴുതിയത്. ഇവർക്ക് 80 മാർക്കിനുള്ള ചോദ്യമേ പരീക്ഷ പേപ്പറിൽ കൊടുത്തിട്ടുള്ളൂ. അവർക്ക് ഏകദേശം 40 മാർക്കോളം ഉള്ള ആ ഒരു റിലാക്സേഷൻ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പൊ ഒരിക്കലും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അതേ A+ന്റെ എണ്ണം ഈ വർഷം ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിശ്വസിക്കരുത്. അപ്പൊ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അതേ ഒരു A+ന്റെ എണ്ണം ഈ വർഷവും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പറയുന്നത്. പിന്നെ നമുക്ക് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺസിൽ ഉണ്ടായ മാറ്റം, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒറ്റയടിക്ക് എടുത്തായിട്ട് മാറ്റി വെച്ചതാണ്. നമുക്ക് പതിയെ 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 കൊണ്ടുവരാൻ എന്നുള്ളൊരു സിസ്റ്റം അല്ല, പെട്ടെന്ന് മാറ്റിയതായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ളത് ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ വിചാരിച്ചു, നമ്മൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, വിദ്യാർത്ഥികളും പാരൻസും ഒക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ വാല്യുവേഷൻ ഒന്ന് ലൂസാക്കുന്നു. പക്ഷേ ഒരു നിലക്കും വാല്യുവേഷന്റെ കേസിൽ പിറകോട്ട് നിൽക്കാതെയാണ്, ഒരു ചെറിയ മിസ്റ്റേക്കിന് പോലും മാർക്ക് കൊടുക്കാത്ത രീതിയിലാണ് വാല്യുവേഷൻ നടന്നിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. സോ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, അതുപോലെ തന്നെ പാരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന A+ന്റെ എണ്ണം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലേക്കുള്ള അഡ്മിഷനുള്ള ഒരു ക്രൈറ്റീരിയ മാത്രമാണ്. അപ്പം A+ കുറയാന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു 9 A+ ആയിപ്പോയി എന്ന് വിചാരിക്കാം. എൻ്റെ മക്കൾക്ക് ഒരു 9 A+ ആയിപ്പോയി എന്ന് വിചാരിക്കുക. ഒരു A+ മിസ്സായി എന്നുള്ളതിൽ ടെൻഷൻ ആവുമെന്ന് വേണ്ട. നിങ്ങൾ പ്രതീക്ഷിച്ച സ്കൂളുകളിൽ നിങ്ങൾ ഹോപ്പ് ചെയ്യുന്ന അതേ സ്കൂളിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. കാരണം കഴിഞ്ഞ പ്രാവശ്യം 10 A+ കിട്ടിയവർക്ക് മാത്രം അഡ്മിഷൻ കിട്ടിയ, സയൻസിന് അഡ്മിഷൻ കിട്ടിയ ക്യാമ്പസുകളിലും ഈ വർഷം 9 A+ ഉള്ള കുട്ടികൾക്കും അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവെ ഫുൾ A+ന്റെ എണ്ണങ്ങളൊന്ന് കുറയും. ഓക്കെ, സോ ഇനി എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ 100% നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ഷുവറായിട്ട് പറയാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ A+ എവിടെയും പോയില്ല. നിങ്ങൾ 100% നിങ്ങളുടെ പഠനത്തിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിസൾട്ടിൽ കണ്ടിരിക്കും. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, എൻ്റെ മക്കൾ മുന്നോട്ടുള്ള പഠനം, 10ാം ക്ലാസ് കഴിഞ്ഞ് ഇനി മുന്നോട്ട് വരുന്ന പഠനം, +1 ആവട്ടെ +2 ആവട്ടെ, നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോഴ്സ് ഏതുമാവട്ടെ, സയൻസ് എടുത്തോ കൊമേഴ്സ് എടുത്തോ ഹ്യൂമാനിറ്റീസ് എടുത്തോ എന്നൊന്നും എനിക്ക് വിഷയമല്ല. എനിക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ നിങ്ങൾക്ക് നാളെ റിസൾട്ട് വന്നു, ആ റിസൾട്ടിനനുസരിച്ച് നിങ്ങളോട് സയൻസ് എടുത്തോ കൊമേഴ്സ് എടുത്തോ ഹ്യൂമാനിറ്റീസ് എടുത്തോ എന്ന് പറയും. അങ്ങനെയൊന്നും നിങ്ങൾ പോകരുത്. നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിട്ട് അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് പഠിക്കണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്ത് നല്ല അടിപൊളിയായിട്ട് പഠിക്കുക. 10ാം ക്ലാസ്സിൽ പഠിക്കാൻ വിട്ടുപോയ സാധനങ്ങളൊക്കെ നിങ്ങൾ, അതായത് ചില സമയങ്ങളൊക്കെ നിങ്ങൾ മടിയൊക്കെ കാണിച്ച് മാറി നിന്ന സമയങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ സമയങ്ങളൊക്കെ നമ്മൾ റെക്ടിഫൈ ചെയ്ത് നമുക്ക് വീണ്ടും നല്ല എനർജറ്റിക് ആയിട്ട് തിരിച്ചു വരാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ റിസൾട്ട് വരുന്നതിൽ. എൻ്റെ മക്കൾ ആരും ടെൻഷൻ ആവരുത്. എന്ത് ടെൻഷനും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങൾ കീപ്പ് ചെയ്യുക. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട്
കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അതിനെ രണ്ടിരട്ടിയായി തിരിച്ചു പിടിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വീണ്ടും എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. ബോർഡ് എക്സാമുകളുടെ തുടക്കം മാത്രമാണ് SSLC എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഇഷ്ടം പോലെ എക്സാമുകൾ നിങ്ങൾ ഇനി അറ്റൻഡ് ചെയ്യാനുള്ളതാണ് എൻ്റെ മക്കളെ. സോ എല്ലാ എക്സാമിലും നല്ല നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇറ്റ്സ് മീ സെനിൻ വടകൻ സൈനിങ് ഓഫ് ഫ്രം ആർക്കിടെക്സ്. ബൈ, സീ യു ലേറ്റർ.